ഇത്ര നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഈ കാണുന്നത് കുഞ്ഞിച്ചക്കകളാണെന്നാണ്. ഇവിടെ വിയറ്റ്നാം ഏളി പ്ലാവിൽ ചെടിച്ചട്ടിയിൽ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ തന്നെ, ചെടിച്ചട്ടിയില്ല, ഒരു കുഞ്ഞ് ഗ്രോ ബാഗിൽ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ചെറിയതുണ്ടായിരുന്നു. അതിൽ അന്ന് കണ്ടിരുന്ന ആ മുകളിൽ കാണുന്ന പോലെ ഉള്ള മിനുസുള്ള ടൈപ്പായിരുന്നു. ഇപ്പോൾ ഈ അടുത്താണ് ഒരു യൂട്യൂബ് വ്യൂവർ പറഞ്ഞു തന്നത് ആ മിനുസം പോലെയുള്ളത് ചക്കയല്ല, ആൺപൂവാണെന്ന്. പിന്നെ വായിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. ആ താഴെ കാണുന്ന പരുവരുത്ത ഷേപ്പിലുള്ളതാണ് പെൺപൂവ്. പൂവെന്ന് പറഞ്ഞാൽ വെറും പൂവല്ല, ഇൻഫ്ലോറസൻസ്, പൂങ്കുല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഈ ആൺപൂക്കൾ എന്തായാലും കൊഴിഞ്ഞു പോവുള്ളൂ, പെൺപൂക്കൾ പരാഗണം കഴിഞ്ഞാൽ ചക്കയായിട്ട് വളരും. ഇത്തവണ 2 തരം പൂക്കളും കണ്ടപ്പോൾ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ഞാനൊരു നഴ്സറിയുടെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു. ആൺപൂവ് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പെൺപൂവിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരസി കൊടുക്കുക. അപ്പോൾ കൃത്രിമ പരാഗണമാവും. അതിനെ ഒരു ഗുണം പറഞ്ഞതെന്ന് വെച്ചാൽ 2 തരം ചക്കകൾ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവർ കൃത്രിമം പരാഗണം നടത്തിയ ചക്കകൾ നല്ല ഷേപ്പിലുണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റതിൽ ഷേപ്പില്ലാതെ എക്കുമൊക്കെ ആയിട്ട്. അത് നമ്മൾ പലപ്പോഴും മരങ്ങളുടെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില ചക്കകൾ വളരെ കുറേ ഭാഗത്ത് കുഴിയും കുറേ ഭാഗത്ത് തടിച്ചിട്ടൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിന് കാരണം പറയുന്നത് എല്ലാ പൂക്കളും ഒരേപോലെ പരാഗണം നടക്കാത്തത് കൊണ്ടാണ്. പരാഗണം നടന്ന പൂക്കൾ വളരും. പൂക്കൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പൂങ്കൊലയിലെ പൂക്കളാണ് ഉദ്ദേശിച്ചത്, ഇത് മൊത്തമല്ല. അപ്പോൾ ഇത് ഓരോന്നും ഓരോ പൂവായിരിക്കണമല്ലോ പൂങ്കൊലയാണെങ്കിൽ. അപ്പോൾ അതിലെല്ലാറ്റിലും പരാഗണം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നന്നാവും എന്നൊരു അഭിപ്രായം ഒരു നഴ്സറിയുടെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിലും പ്രധാനമായിട്ടുള്ള കാര്യം ഇങ്ങനെ 2 തരം പൂക്കളുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു എനിക്കിത്ര കാലം അറിയില്ലായിരുന്നു. മറ്റു പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇത് ചക്കയല്ല പൂവാണെന്നുള്ളതും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്.